അല്പസമയത്തുള്ളിൽ നമ്മൾ നിൽക്കുന്ന ഈ പടിഞ്ഞാറേ ഗോപുരനട, ഈ പടിഞ്ഞാറേ ഗോപുരനടയിൽ ഇതിലൂടെ ഈ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുരം വഴി കയറിയ കണിമംഗലം ശാസ്താവ് ഇവിടെ എത്തുകയും ശ്രീമൂലസ്ഥാനത്തെത്തി തൊഴുകയും ചെയ്യും. അതായത് മറ്റെല്ലാ ഘടകപൂരങ്ങളും ഈ തെക്കേ ഗോപുരം വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണിമംഗലം ശാസ്താവ് മാത്രമാണ് ഈ പടിഞ്ഞാറേ ഗോപുരനട വഴി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കണിമംഗലം ശാസ്താവിന്. അതായത് ഈ പൂരങ്ങളിൽ ഈ വടക്കുന്നാഥനെ വണങ്ങാതെ പോകുന്ന ഏക പൂരം എന്നുള്ളതാണ്. കാരണം ഒരു തുല്യ പ്രാധാന്യമാണ് കണിമംഗലം ശാസ്താവിനും വടക്കുന്നാഥൻ നൽകുന്നത്. അതുകൊണ്ടാണ് ഈ കണിമംഗലം ശാസ്താവ് ഈ വടക്കുന്നാഥന് മുൻപിൽ തൊഴുകാതെ അല്ലെങ്കിൽ വണങ്ങാതെ പോകുന്ന ഒരു ഘടകപൂരം മാറുന്നു എന്നുള്ളതാണ്. നമുക്കിവിടെ കാണാം ദൃശ്യങ്ങൾ. ആളുകൾ ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. ഈ പൂരത്തിന്റെ ഈ ആളുകളൊക്കെ തന്നെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അതായത് ഏറ്റവും ആദ്യം അല്ലെങ്കിൽ എത്തുന്ന ഘടകപൂരമാണ് കണിമംഗലം ശാസ്താവ്. ആ കണിമംഗലം ശാസ്താവ് ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനൊപ്പം തന്നെ അത് കാണാനും അതിനൊക്കെ തന്നെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷം കാണാം, ഒരു എക്സൈറ്റ്മെന്റ് നമുക്കിങ്ങനെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു പക്ഷേ കൂടുതൽ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം നമുക്ക് ചോദിച്ചു നോക്കാം. കാരണം പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഇവിടേക്ക് എത്തുന്ന ആളുകളുണ്ട്. ഈ പല തമിഴ്നാടൊക്കെ നമ്മൾ രാവിലെയൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളെയൊക്കെ കണ്ടിരുന്നു. അങ്ങനെ പല നാടുകളിൽ നിന്നൊക്കെ തലേ ദിവസം എത്തി. അതായത് ഈ റൂമൊന്നും കിട്ടില്ല ജിൽസി. ഈ പൂര ദിവസം ഇവിടെ അങ്ങനെ തലേന്നൊന്നും വന്ന് റൂം എടുക്കാനും മുറിയെടുക്കാനും കഴിയില്ല. അപ്പോൾ ഈ കടത്തിണ്ണകളിലും അതുപോലെ തന്നെ വഴികളിലും റോഡിൻ്റെ സൈഡിലുമൊക്കെ കിടന്നുറങ്ങിക്കൊണ്ടാണ് പലരും ഈ പൂരം കാണാൻ വേണ്ടി എത്തുന്നത്, അല്ലെങ്കിൽ പൂരത്തിൻ്റെ ആ വെടിക്കെട്ടും മറ്റു ചടങ്ങുകളൊക്കെ കാണാൻ വേണ്ടി എത്തുന്നതാണ്. അപ്പോൾ അത്രത്തോളം ഒരു പാഷനാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഒരു വികാരമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ പൂരത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമുക്ക് ഒരു പ്രായമായ പൂരം എത്ര വർഷമായി ചേട്ടൻ പൂരം കാണാൻ വരുന്നത്? ഞാനൊരു 40 വർഷത്തോളമായി. 40 വർഷമായി പൂരം കാണുന്നു. ഈ 40 വർഷത്തിൽ എന്താണ് പൂരങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള മാറ്റം? പൂരം ഇതിൻ്റെ ഇടയ്ക്ക് കോവിഡിൻ്റെ സമയത്ത് ഇത്തിരി കുറവായിട്ടാണ് നടന്നത്. ബാക്കി എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് പൂരം നടക്കുന്നുണ്ട്. ഓരോ കൊല്ലം പൂരങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഉണ്ട് തീർച്ചയായിട്ടും. ഓരോരോ വ്യത്യാസപ്പെട്ട മേളങ്ങൾ, വ്യത്യാസപ്പെട്ട കുടമാറ്റം, ഇതെല്ലാം എല്ലാ വർഷവും ആൾക്കാരെ ആകർഷിക്കത്തക്ക. ഈ 40 വർഷം എന്ന് പറയുമ്പോൾ പല മേളപ്രമാണിമാരും മാറി മാറി വന്നവരെ കണ്ടിട്ടുണ്ടാവും. ആനകൾ മാറി വന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ല? എല്ലാം കണ്ടിട്ടുണ്ട്. അതൊരു പ്രത്യേക ഭാഗ്യമാണ്. അത്ര അതെ നമ്മൾ പറ്റുന്നിടത്തോളം വന്ന് കാണുക എന്നുള്ളതാണ്. ചേട്ടൻ്റെ വീട് എവിടെയാ? എൻ്റെ വീട് എറണാകുളത്ത് നിന്ന് 40 വർഷമായിട്ട് വന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. അത് ഞാൻ ജോലി സ്ഥലത്തു നിന്നാണ് ഇവിടെ കളിക്കുന്നത്. എറണാകുളത്ത് നിന്നല്ല, കോയമ്പത്തൂരൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇവിടെ പൂരത്തിന് വേണ്ടി വരും. അത്രത്തോളം ഒരു പാഷനാണ് പൂരം. അതെ. എന്താണ് പൂരത്തിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്? വെടിക്കെട്ടാണോ, ആനയാണോ? എല്ലാം കൊണ്ടും എല്ലാം പൂരത്തിന്റെ ഇതല്ലേ. വെടിക്കെട്ട്, മേളം, ഇതെല്ലാം ഒഴിച്ചുവിടാൻ പറ്റാതെ കുടമാറ്റം, ഇതൊന്നും ഒഴിച്ചുവിടാൻ പറ്റില്ല. കുടമാറ്റങ്ങൾ പഴയതിലും വ്യത്യാസപ്പെട്ടിപ്പോൾ ലൈറ്റോട് കൂടിയുള്ള കുടമാറ്റത്തിലേക്ക് മാറി. ആദ്യഘട്ടത്തിലും അങ്ങനെ ആയിരുന്നിരിക്കില്ല. ഇല്ല. ആദ്യം കറക്റ്റ് ടൈമിൽ 5:30 മണി 6 മണിക്കുള്ളിൽ പകല് വെളിച്ചത്തായിരുന്നു. അതെ. ഫാഷൻ വന്നതോടുകൂടി എല്ലാം LED ലൈറ്റുകളൊക്കെ ഇറങ്ങിയതോടുകൂടി ഒക്കെ രാത്രിയിലത്തേക്ക് മാറി. അതുകൊണ്ട് വളരെയധികം വൈകുന്നു. ജിൽസിയുണ്ടോ ഇത്തരത്തിലുള്ള ഒരുപാട് ആളുകളുടെ പ്രതികരണങ്ങൾ നമുക്ക് കിട്ടും? അതായത് 40 വർഷമായി എറണാകുളത്ത് നിന്നും വന്ന പൂരം കണ്ടുപോകുന്ന, അല്ലെങ്കിൽ പല സ്ഥലത്ത് കോയമ്പത്തൂരടക്കം ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്നും പൂരം കണ്ടുപോകുന്ന ആളുകളാണ് എന്നുള്ളത്. അപ്പോൾ അവർ കണ്ട കാഴ്ച നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴാണ് രാത്രിയൊക്കെ ഈ കുടമാറ്റമായി തുടങ്ങും. അതായത് LED ലൈറ്റും ഈ വർണ്ണങ്ങളുമൊക്കെ കൊണ്ടുവരുമ്പോഴാണ് ഈ പൂരത്തിൽ ഇത്തരത്തിൽ ഈ ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഈ കുടുംബമായി എത്തുന്നു, കുട്ടികളായിട്ട് എത്തുന്നു, അങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് പൂരം കണ്ടുപോകുന്നു. ആരിങ്ങനെ ആസ്വദിക്കുന്നു. പലരും ആ കൊട്ടിൻ്റെ താളം, അതായത് കണിമംഗലം ശാസ്താവ് വരുന്നതിൻ്റെ മേളമാണ് നമ്മൾ ഇപ്പോൾ അവിടെ കേൾക്കുന്നത്. കണിമംഗലം ശാസ്താവ് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പടിഞ്ഞാറേ ഗോപുരനടയിൽ പുറത്തേക്ക് ഇറങ്ങി ശ്രീമൂലസ്ഥാനത്തെത്തി ഈ ശ്രീമൂലസ്ഥാനത്തേക്ക് ഇറങ്ങുമെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മേളമാണ് ഒരുപക്ഷെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് കാണുവാൻ വേണ്ടിയിട്ടാണ് ഈ കാണുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുള്ളത്. അപ്പോൾ ഈ ശാസ്താവ് ഇറങ്ങുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് മാറിയൊക്കെ നിന്ന് കൊടുക്കേണ്ടി വരും. അത്രത്തോളം ഒരു തിരക്ക് നിൽക്കുന്നു. പിന്നെ കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഇനി ഓരോ പൂരങ്ങളായി പടിഞ്ഞാറേ ഗോപുരനടയിൽ മുകളിലേക്ക് ഇങ്ങനെ കയറി പോകും. ആ സമയത്തും ഒക്കെ തന്നെ കുറച്ച് യുവാക്കൾ ചേരുന്നുണ്ടെന്ന് നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കാം. യുവാക്കളോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. കുറച്ച് യുവാക്കൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് നിൽക്കുന്നു. നമുക്കവരോട് ചോദിച്ചാൽ ചേട്ടൻ എത്ര കാലം പൂരം കാണാൻ വരുന്നത്? ഞാൻ വന്നിട്ട് തുടങ്ങിയിട്ടൊരു 20 വർഷമായി. 20 വർഷമായി. 20 വർഷത്തെ പൂരങ്ങളിൽ എന്താണ് കൂടുതൽ ഇങ്ങനെ പൂരത്തോട് വീണ്ടും ആകർഷിക്കുന്നത്? നമുക്ക് ഇവിടുത്തെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എക്സിബിഷൻ ടൈപ്പാണ്. രാവിലെ വന്ന് വീട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ പരിപാടികളുണ്ട്. അതിലെല്ലാം പങ്കെടുക്കുക. പൂരത്തിൻ്റെ ഒരു മഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഘടകപൂരത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ഘടകപൂരങ്ങളെല്ലാം കണ്ട് അത് കഴിഞ്ഞ് പ്രധാനമായ തിരുവമ്പാടിയും പാറമേക്കാവിൻ്റെ പൂരങ്ങൾ കണ്ട് ഒരു ഘടകപൂരം മിസ് ചെയ്യാറില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാം കാണും. നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക്. നാട് എവിടെ? എൻ്റെ നാട് തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ ചെറുപ്പം തൊട്ടേ വരുന്ന ചൂരക്കോട്ടുകാവ് ദേശത്തിൻ്റെ ആളുകളാണ്. അപ്പോൾ ആദ്യമൊക്കെ കാലത്ത് ആന പുറപ്പെട്ടു വരുന്ന സമയത്ത് ആനയുടെ ഒപ്പം വരില്ലായിരുന്നു.
പിന്നീട് സാധാരണഗതിയിൽ ഇങ്ങനെ നമ്മൾ പൂരത്തിൻ്റെ ഒപ്പം വരില്ല. അത് കഴിഞ്ഞ് ഇവിടെ വന്ന ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പൂരങ്ങളും കാണാൻ കഴിയും. അതൊരു സന്തോഷമാണ്. പിന്നെ വെടിക്കെട്ടും കൂടെ മാറ്റവും അതെ, കുടമാറ്റം വെടിക്കെട്ടും 36 മണിക്കൂറും ഉണ്ടാവും. അല്ല, അങ്ങനെയല്ല. വൈകിട്ട് കുടമാറ്റത്തിന്റെ സമയത്ത് നമ്മൾ ടി വിയിലാണ് കാണാറ്. നിങ്ങൾ കൊടുക്കുന്ന ലൈവുകളാണ് ബാക്കിയുള്ള സമയങ്ങളെല്ലാം കാണും. ആ, മേളത്തിന്റെ ഒരു ആസ്വാദനമാണ് കൂടുതൽ പൂരത്തിൽ പ്രധാനമായിട്ട്. ഒരു അച്ഛനുണ്ട്. അച്ഛൻ എത്ര കാലമായി പൂരത്തിന് വരുന്നു? 32 വർഷമായി. ഇവിടെ തന്നെയാണോ? തൃശ്ശൂര് അല്ല, ഞാൻ പാലക്കാടാണ്. ഞങ്ങൾ പാലക്കാട് അല്ല, പാലക്കാട്ടുകാരാണ്. പക്ഷെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന ചേർപ്പിലാണ്. അത് ശരി. ഇപ്പൊ എന്താണ് നമ്മളിങ്ങനെ പൂരത്തിലേക്ക് ഇങ്ങനെ വന്ന് എപ്പോഴും വരാൻ വേണ്ടി? മാറ്റങ്ങൾ വളരെ വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ 62 മുതൽക്ക് 1961 മുതൽക്ക് കാണുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് അന്നിന് ശേഷം? അയ്യോ, അന്നത് വ്യത്യാസം, ഭയങ്കര വ്യത്യാസമുണ്ട്. ഒന്നാമത് ജനങ്ങളുടെ വ്യത്യാസം, പിന്നെ വാദ്യത്തിന് വ്യത്യാസമുണ്ട്, ആനകൾക്ക് വ്യത്യാസമുണ്ട്. അന്നത്തെ പൂരാണോ ഇന്നത്തെ പൂരാണോ ഒന്നും കൂടി നമുക്ക് കാണാം? അന്നത്തെ പൂരത്തിന്റെ വെടിക്കെട്ട് ഇന്നില്ല. അന്നത്തെ പൂരത്തിന് ആനയില്ല, ആനയുടെ സൗന്ദര്യം ഇല്ല. ആനകളുടെ സൗന്ദര്യമൊക്കെ പോയി. അങ്ങനെ തോന്നാൻ കാരണം? ആനയുടെ സൗന്ദര്യം പോയി. ഇപ്പം എങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? ആനയുടെ സൗന്ദര്യം പോയി. അതായത് നമ്മുടെ പ്രധാനപ്പെട്ട കുറെ ആനകളൊക്കെ ചെരിഞ്ഞു. ആനകളൊക്കെ പോയി. അപ്പൊ പഴയ ചന്ദ്രശേഖരനൊക്കെ തടമ്പേറ്റി വന്നതൊക്കെ കണ്ടു. കണ്ട്. പഴയതാണെന്നല്ല, അതിന് മുമ്പുള്ള ആനകളെ മുമ്പ് 1962 മുതൽക്കാണ്. 62 മുതലാണ്. ആ വെടിക്കെട്ടൊന്നും ഇന്നില്ല. അതായത് അളവ് കുറഞ്ഞു വെടിക്കെട്ടിന്റെ. അളവ് മറ്റേ അതിന് വേണ്ടി ആ മുട്ട്, അതേപോലെ ഡൈന, അതൊക്കെ മാറ്റം വന്നു. പിന്നെ പൂരത്തിന് ഉപയോഗിക്കുന്ന പടക്കം ഒക്കെ വ്യത്യാസം വന്നു. പിന്നെ ആനകളുടെ സൗന്ദര്യം വ്യത്യാസം വന്നു പറ്റില്ലേ. പിന്നെ മേളം ഒക്കെ വ്യത്യാസം വന്നു. എന്നാലും നമ്മൾ പൂരത്തോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ വീണ്ടും വരും. പൂരത്തിന് കാണാൻ വരും. പൂരം കാണാൻ വരും. എന്തായാലും ഇതാണ് ആദ്യം വരുന്ന പൂരം. വേറെ ആദ്യം വരില്ല. ആദ്യത്തെ തേവരാണ്. ആദ്യത്തെ തേവര് കിടക്കുന്നതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദേവരന്മാരും അങ്ങോട്ടേ കിടക്കുള്ളൂ, ഇങ്ങോട്ട് കിടക്കില്ല. ഇത് തേവര് മാത്രമേ ഇങ്ങോട്ട് കിടക്കുള്ളൂ. അതേപോലെ അവിടുന്ന് കിടക്കണം ആന. ഈ തേവര് അത് കാണാനുള്ളൊരു അതെ, തീർച്ചയായിട്ടും സന്തോഷം. എങ്ങനെയാണ് ചേട്ടാ പൂരം? ഞാൻ ആദ്യമായിട്ട് വരികയാണ്, ഫസ്റ്റ് ടൈമാണ്. ഒരുപാട് കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇത്തവണ സഹായിച്ചു. ആദ്യമായിട്ടൊന്ന് കാണാൻ വേണ്ടി പുള്ളിയുടെ അടുത്ത് പരിചയപ്പെട്ടു. പുള്ളി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. പൂരത്തിന്റെ വിശേഷങ്ങളും എല്ലാം. ഇവിടെ വന്ന് ഫ്രണ്ട്സ് ആയവരാണ്. ഇവിടെ വന്നു